മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് കേട്ട ആദ്യ വായന ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായനയിൽ അനേകർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സൗഖ്യം നൽകിയിട്ടുള്ള ഒരു വചനമാണ്. പരാജയപ്പെട്ടും അടിമത്തങ്ങളിലേക്ക് പോവുകയും തകർക്കപ്പെട്ടൊക്കെ കഴിഞ്ഞ ഒരു ജനതയോട് കർത്താവ് പറയാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലമാണ്. എനിക്കൊന്ന് അനേകർക്ക് സൗഖ്യം നൽകിയിട്ടുള്ള ഒരു വചനമാണിത്. സ്നേഹത്തിൽ മുറിവേറ്റവര്, വിശ്വസ്തതയിൽ മുറിവുകൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നവര്, അത് ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ അയൽവാസികളിൽ നിന്ന് ആരിൽ നിന്നും ആകട്ടെ, വിശ്വസ്തതയുടെ മേഖലകളിൽ മുറിവുകൾ ഉണ്ടായിട്ടുള്ളവർക്കൊക്കെ ഈ വചനം എന്നും സൗഖ്യം നൽകുന്നതാണ്. ഇന്നലകളിൽ മാത്രമല്ല, ഇന്നും ഈ വചനം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുത്താൽ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും മുറിവുകൾ ഉണക്കാൻ ഈ വചനം ശക്തമാണ്. കർത്താവ് പറയാണ്, എൻ്റെ സ്നേഹം അത് അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലമാണ്, മാറാത്ത ഒരു വിശ്വസ്തത എനിക്ക് നിന്നോടുണ്ട് എന്ന് ആദ്യ വായനയിൽ പ്രവാചകനിലൂടെ കർത്താവ് പറയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, അചഞ്ചലമായ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച, കേണപേക്ഷിച്ച, നിലവിളിച്ച ഒരു കാനാൻകാരി സ്ത്രീ. അപ്പോഴത്തെ പശ്ചാത്തലം അനുസരിച്ചുള്ള ആ വാക്കുകളാണ്, അല്ലെങ്കിൽ ഒരു കാനാൻകാരി സ്ത്രീയെ വിജാതിയരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന സാമൂഹികമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ അവളുടെ വിശ്വാസത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവുടെ വിശ്വാസത്തെ അതിശക്തമായി പ്രശംസിച്ചുകൊണ്ട് പറയുന്നത്, നിന്റെ വിശ്വാസം വലുതാണ്. അവളുടെ വിശ്വാസം ഏറ്റു പറഞ്ഞ തക്ഷണം അവളുടെ മകള് സൗഖ്യപ്പെട്ടു എന്ന് പറയുന്നത്. പിശാചു ബാധയുണ്ടായിരുന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വിജാതീയ സ്ത്രീ കർത്താവിൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, അവിശ്വാസം നൽകുന്ന ഒരു ധൈര്യം കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ. രണ്ട്, എൻ്റെ മകൾ അനുഭവിക്കുന്ന ഈ പിശാചു ബാധയിൽ നിന്നും ഈശോയ്ക്ക് അവളെ സുഖപ്പെടുത്താൻ പറ്റുമെന്നും ഉള്ള വിശ്വാസം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു വിജാതീയരൊന്നും ഈ പറയുന്ന യഹൂദരുടെ അടുത്തേക്കൊക്കെ വരാൻ പറ്റാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ കർത്താവിൻ്റെ അടുത്ത് വന്ന്, ഒരു യൂഥനായിരുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് അവളത് അഭ്യർത്ഥിക്കണമെങ്കിൽ അസാധാരണമായ ധൈര്യം, വിശ്വാസം നൽകിയ അസാധാരണമായ ഒരു ധൈര്യം അവൾക്കുണ്ടായിരുന്നു. ആ ധൈര്യത്തോടു കൂടിയാണ് അവൾ കർത്താവിനെ വിളിക്കുന്നതും കേണപേക്ഷിക്കുന്നതൊക്കെ. കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം വലുതാണെന്നുള്ളതാണ്. ചില സമയങ്ങളിലൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ വരുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഡിലേ ആകുമ്പോൾ ദൈവമില്ല എന്ന് ചിന്തിക്കരുത്, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല എന്ന് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളപ്പോഴും ദൈവത്തിൻ്റെ ചില ഉത്തരം നിശബ്ദമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ചില ഉത്തരം അത് സ്വർഗത്തിൻ്റെ നിശബ്ദത തന്നെയാണ്. ഗത്സമൻ തോട്ടത്തിൽ ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കഠിനമായ വേദനയുടെ നടുവിൽ പിറ്റേ ദിവസം കാൽവരി കുരിശിലേക്കുള്ള തൻ്റെ കുരിശുമരണത്തെ കണ്ടുകൊണ്ട് ഈശോ ഗത്സമനിൽ പ്രാർത്ഥിച്ചത് രക്തം വിയർത്താണ്. ആ പ്രാർത്ഥനയുടെ ഇടയിൽ തൻ്റെ മാനുഷികമായ സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും വരാൻ പോകുന്ന തീവ്ര ദുഃഖത്തിൻ്റെ നടുവിൽ ഈശോയും പ്രാർത്ഥിച്ചങ്ങനെ, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, സഹനത്തിൻ്റെ പാനപാത്രം ഒന്നെടുത്ത് മാറ്റണമേ. ഇത്രയും കഠിനമായി ഈശോ പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും ചങ്ക് പൊട്ടി കർത്താവ് ദൈവത്തെ വിളിച്ചിട്ടും സ്വർഗം നിശബ്ദമായി. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഉണ്ടായില്ല. മാമോദീസ വേളയിൽ ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പിതാവായ ദൈവം മകന്റെ തീവ്രവേദനയുടെ നടുവിൽ നിശബ്ദമായപ്പോൾ ആ നിശബ്ദത പോലും ദൈവത്തിൻ്റെ, എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഈശോ ആ പ്രാർത്ഥന അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? അപ്പാ, എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തപ്പോഴും സ്വർഗം തൻ്റെ സാന്നിധ്യം കൊണ്ട് കൂടെയുണ്ടെന്ന് ഈശോ വിശ്വസിച്ചു. പിതാവായ ദൈവം തന്നെ കാണുന്നുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. അപ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോൾ നമ്മൾ ആരോട് പ്രാർത്ഥിക്കുന്നു, അവൻ നമ്മുടെ കൂടെയില്ല എന്നുള്ള തെറ്റിദ്ധാരണ ശത്രു നമ്മുടെ മനസ്സിലേക്ക് തരും. ചില ഉത്തരങ്ങൾ വൈകുമ്പോൾ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക്
നമ്മൾ ആഗ്രഹിച്ച സമയത്ത് ഉത്തരം കിട്ടാതെ പോകുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ദൈവമില്ല എന്നും ദൈവം നമ്മെ കാണുന്നില്ല എന്നും ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല എന്നും ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല എന്നും. അതിനുള്ള ഉത്തരമാണ് ജെറമ്യാ പ്രവാചകനോട് കർത്താവ് നൽകിയത്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. ഇത് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസത്തിൻ്റെ അനുഭവങ്ങളിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.